ഉണ്ടായിരുന്നു. Poor people, okay. അവർക്ക് ബീഞ്ചേ ഉണ്ടായിരുന്നുള്ളൂ. ആ ബീഞ്ച് വിൽക്കാൻ പറഞ്ഞപ്പോ പോണവർക്കും റോഡിലോട്ട് പോണവർക്കും ഇങ്ങോട്ട് പോണവർക്കും അങ്ങോട്ടൊക്കെ പോണവർക്ക് ചോദിച്ച് യു വോണ്ട് ബീച്ച് എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ നോ ബീച്ച്. അപ്പോൾ തിരിച്ചങ്ങ് വന്ന് വിഷമിച്ച് തിരിച്ചങ്ങ് വന്നപ്പോൾ അമ്മയുടെ അടുത്ത് പറയും, സോറി അമ്മ, ആരും എൻ്റെ കയ്യിൽ നിന്ന് ബീൻസ് വാങ്ങിച്ചിട്ടില്ല. സങ്കടവും ദേഷ്യമൊക്കെ വന്ന അമ്മ ആ ബീൻസ് എടുത്തങ്ങ് കളഞ്ഞു. അപ്പോൾ വിഷമിച്ച് അമ്മയും മോനും ഇങ്ങനെ ഇരിക്കുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോ ജാക്ക് ഇങ്ങനെ നോക്കുമ്പോ ബീച്ച് ഇങ്ങനെ വലുതായി വളർന്നു ചെടി. അപ്പൊ ഒന്ന് കേറി നോക്കുമ്പോ ഒരു കൊട്ടാര, രാക്ഷസന്റെ കൊട്ടാരമായിരുന്നു. ഇതില് റാണി മാത്രമേ ഉള്ളൂ. ആ റാണിക്ക് മക്കളൊന്നും ഇല്ലാതെ ചങ്കരമായി. അങ്ങനെ ഇരിച്ചാകുമ്പോ ജാക്കിനെ കണ്ടു. അപ്പോ ജാക്കിന് ഫുഡൊക്കെ കൊടുത്തു. പേരെന്താന്ന് ചോദിച്ചിട്ട് ഫുഡും മത്തനും ഐസ്ക്രീമും, അത് കഴിഞ്ഞിട്ട് ഐസ്ക്രീമും മുട്ടായിയും കേക്കും എല്ലാം കൊടുത്തിട്ട് പൈസയും ചൊന്നും എല്ലാം കൊടുത്തിട്ട് നോക്കുമ്പോ രാജാവ് വന്നു. അപ്പൊ ഒരു പാത്രത്തിന്റെ ഇതിൽ തേക്കിനെ ഒളിപ്പിച്ച് വെച്ചേക്കുന്നത്. അപ്പൊ രാജാവിനൊരു സ്മെല്ല്, ഒരു മനുഷ്യക്കുട്ടി ഉണ്ടെന്ന് പറഞ്ഞ് എല്ലായിടത്തും നോക്കുമ്പോ, പാത്രം തുറന്ന് നോക്കുമ്പോ ജാക്കിനെ കാണും. പിടിച്ച് തിന്നാന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് പറയാറിയാലോ. അതുകൊണ്ട് ജാക്ക് ഇങ്ങനെ തൂങ്ങിയിട്ട് വെട്ടിക്കളഞ്ഞു. അപ്പൊ രാക്ഷസന് വരാൻ പറ്റൂല. അമ്മയുടെ അടുത്ത് പോയി, ഇനി നമ്മള് പൂവൻ പീപ്പിൾ അല്ല, നമുക്ക് പൈസയും ചടങ്ങൊക്കെ ഉണ്ട്, പൂവൻ പീപ്പിൾ അല്ല ഞാനെല്ലാട്ട് പറയും. അങ്ങനെ അവരെ എല്ലാവർക്കും വാങ്ങിച്ച് തിന്നിട്ട് അവർ ഐസ്ക്രീമൊക്കെ കുടിച്ചിട്ട് എല്ലാം വാങ്ങിച്ചൊക്കെ തിന്നിട്ട് അവരെന്ത് ചെയ്യുന്നറിയാവോ? ഹാപ്പി ആയിട്ട് ജീവിക്കും അല്ലേ? ഹാപ്പി ആയിട്ട് ജീവിച്ചു. ഓ, വെരി ഗുഡ്. ഈ സ്റ്റോറിയുടെ പേരെന്താ? ജാക്ക് ആൻഡ് ദ ബീറ്റോക്ക്. ഓക്കേ.